ഹായ് കുട്ടികളെ, വിങ്സിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. എക്സാം അടുത്തിരിക്കുകയാണല്ലേ. എക്സാം അടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ കൂട്ടുകാരും എക്സാമിന്റെ പ്രിപ്പറേഷനിലായിരിക്കും അല്ലേ. അപ്പോൾ 9th സ്റ്റാൻഡേർഡിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഹിസ്റ്ററിയിൽ നിന്നും ഉറപ്പായിട്ടും ചോദിക്കാവുന്ന ചില ക്വസ്റ്റ്യനും ആൻസറും ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അത് ഏത് ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ് എന്നാണ്. അപ്പോൾ നോക്കി ഇത് നോക്കാം. അഭിജ്ഞാന ശാകുന്തള, കുമാരസംഭവ, ഇതൊക്കെ സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചറുകളാണ് ഇല്ലേ. അപ്പോൾ ഇത് നമ്മൾ സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചറുകൾ ഏത് ചാപ്റ്ററിലാണ് പഠിച്ചത്? ഹിസ്റ്ററിയിലെ 3rd ചാപ്റ്ററായ ലാൻഡ് ഗ്രെയിൻസ് ആൻഡ് ദ ഇന്ത്യൻ സൊസൈറ്റി, ഭൂമി ദാനവും ഇന്ത്യൻ സമൂഹവുമായി എന്ന ചാപ്റ്ററിലാണ് നമ്മളിത് പഠിച്ചത്. അപ്പോൾ നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചു ഗുപ്ത പീരീഡിൽ സാൻസ്ക്രിറ്റ് ലാംഗ്വേജിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രോത്സാഹനം ലഭിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ തന്നെ ഒരുപാട് സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചറുകൾ, പോയംസ്, ഡ്രാമാസ്, ഗ്രാമേഴ്സ്, ലെക്സിക്കൻസ് എന്നിവയൊക്കെ രചിക്കപ്പെട്ടിട്ടുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടവയാണ് സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചറുകൾ കൊടുത്തിരിക്കുന്നത്. അടുത്ത ഓതർ കൊടുത്തിട്ടുണ്ട്. അടുത്ത ജെനർ ഓഫ് ലിറ്ററേച്ചർ. ജെനർ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പം നമുക്കിതിൻ്റെ ആൻസർ പറഞ്ഞു പോകാം. ആദ്യത്തെ ടെക്സ്റ്റ് ആണ്, സാൻസ്ക്രിറ്റ് ടെക്സ്റ്റ് ആണ് അഭിജ്ഞാന ശാകുന്തള. അഭിജ്ഞാന ശാകുന്തള എഴുതിയതാരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ. അഭിജ്ഞാന ശാകുന്തള എഴുതിയതാരാണ്? കാളിദാസ. അഭിജ്ഞാന ശാകുന്തളം എഴുതിയതാരാണ്? കാളിദാസ. അത് ഏത് സാഹിത്യ വിഭാഗത്തിലാണ് പെടുന്നത്? അഭിജ്ഞാന ശാകുന്തളം ഡ്രാമയിലാണ്. അടുത്തത് കുമാരസംഭവ. കുമാരസംഭവം എഴുതിയത് ആര് തന്നെയാണ്? കാളിദാസ. കുമാരസംഭവം എഴുതിയതും കാളിദാസയാണ്. അപ്പോൾ അഭിജ്ഞാന ശാകുന്തള എഴുതിയതും കാളിദാസനാണ്, കുമാരസംഭവം എഴുതിയതും കാളിദാസനാണ്. പക്ഷേ ഇത് സാഹിത്യ വിഭാഗത്തിൽ വരുമ്പോൾ അഭിജ്ഞാന ശാകുന്തളം ഡ്രാമ, നാടകത്തിൽ വരികയും കുമാരസംഭവം ഏതിൽ വരികയും ചെയ്യുന്നു? കാളിദാസൻ എഴുതിയ കുമാരസംഭവം പോയത്തിലാണ് അല്ലെങ്കിൽ കാവ്യത്തിലാണ് വരുന്നത്. മനസ്സിലായല്ലോ. അടുത്ത നമ്മൾ പഠിക്കുന്നതാണ് മൃച്ഛകടിക. മൃച്ഛകടിക. മൃച്ഛകടിക എഴുതിയിരിക്കുന്നത് ശൂദ്രകയാണ്. മൃച്ഛകടിക എഴുതിയിരിക്കുന്നത് ശൂദ്രകയാണ്. ശൂദ്രകയുടെ ഡ്രാമ, അത് ഏത് സാഹിത്യ വിഭാഗത്തിലാണ് മൃച്ഛകടികപ്പെടുന്നത്? ശൂദ്രകന്റെ മൃച്ഛകടിക ഡ്രാമയിലാണ്, നാടകത്തിലാണ് പെടുന്നത്. നാടകം എന്ന സാഹിത്യ വിഭാഗത്തിലാണ് പെടുന്നത്. അടുത്ത സ്വപ്നവാസവദത്ത. സ്വപ്നവാസവദത്ത എന്ന സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ എഴുതിയിരിക്കുന്നത് ഭാസയാണ്. സ്വപ്നവാസവദത്ത എന്ന സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ എഴുതിയിരിക്കുന്നത് ഭാസയാണ്. ഭാസ ഏത് കൃതിയിലാണ് പെടുന്നത്? അതും ഡ്രാമയിലാണ്. അതും ഏതിലാണ് പെടുന്നത്? അതും ഡ്രാമയിലാണ് പെടുന്നത് ഇല്ലേ. അടുത്ത നമുക്ക് നോക്കാം ത്രികാണ്ടി. ത്രികാണ്ടി, ഇതൊക്കെ സാൻസ്ക്രിറ്റ് നെയിംസ് ആയതുകൊണ്ടാണ് കുറച്ച് പറയാൻ ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ പഠിച്ചെടുക്കും അല്ലേ. അപ്പോൾ ത്രികാണ്ടി, ത്രികാണ്ടി എഴുതിയിരിക്കുന്നത് ഭർതൃഹരിയാണ് ഇല്ലേ. ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കോഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ത്രികാണ്ടി നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? മലയാളത്തിൽ ഇങ്ങനെയാണ് ത്രികാണ്ടി എന്ന് എഴുതുന്നത് അല്ലേ. അപ്പൊ ഭർതൃഹരിയോ? ഭർതൃഹരി ഇല്ലേ. അപ്പൊ ഇതിലും തൃ ഉണ്ട്, ഇതിലും തൃ ഉണ്ട്. അങ്ങനെ നമുക്ക് ഓർമ്മിച്ച് വെച്ചിരിക്കാം അല്ലേ. ഓർമ്മിച്ച് വെക്കാനുള്ള ചില കോഡുകളാണ്. അതും അല്ലെങ്കിൽ അതും നമുക്ക് ആ സമയത്ത് ഓർമ്മ വന്നില്ല എങ്കിൽ, എക്സാം സമയത്ത് ഓർമ്മ വന്നില്ല എങ്കിലും ത്രികാണ്ടി ഭർത്താവായ ഹരിയെ എന്ത് പഠിപ്പിച്ചു? ഗ്രാമർ പഠിപ്പിച്ചു. അങ്ങനെയൊക്കെ എന്തെങ്കിലും നമ്മൾ എന്ത് പഠിപ്പിക്കാം? എന്താണ്? ഓർമ്മിച്ച് വച്ചിരിക്കാം അല്ലേ. ത്രികാണ്ടി, ഭർതൃഹരി, ഗ്രാമർ, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഓർമ്മിച്ച് വച്ചിരിക്കാം. അടുത്ത് അമരകോശം, നല്ല എളുപ്പമാണ് പഠിക്കാൻ. അമരകോശം എഴുതിയിരിക്കുന്നത് അമരസിംഹ. അമരകോശം എഴുതിയിരിക്കുന്നത് അമരസിംഹ. അത് ലെക്സിക്കൺ ആണ്. ലെക്സിക്കൺ എന്ന് പറഞ്ഞാൽ നിഘണ്ടു എന്നാണ് അർത്ഥമാക്കുന്നത്. ലെക്സിക്കൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നിഘണ്ടു. നിഘണ്ടു എന്നാണ് അർത്ഥമാക്കുന്നത്. മനസ്സിലായല്ലോ. ഇത് എളുപ്പമല്ലേ, പെട്ടെന്ന് പഠിച്ചെടുക്കാൻ എളുപ്പമല്ലേ. അഭിജ്ഞാന ശാകുന്തള, കുമാരസംഭവം എഴുതിയിരിക്കുന്നത് കാളിദാസനാണ്. പക്ഷെ അഭിജ്ഞാന ശാകുന്തളം ഡ്രാമയാണ്, നാടകത്തിലാണ് വരുന്നത്. എന്നാൽ കുമാരസംഭവം എഴുതിയിരിക്കുന്നത് കാളിദാസൻ തന്നെയാണ്, അത് പോയത്തിലാണ് വരുന്നത്. കാളിദാസന്റെ കാവ്യ വിഭാഗത്തിൽ പെടുന്നതാണ് കുമാരസംഭവം. അടുത്ത് വരുന്നതാണ് മൃച്ഛകടിക. മൃച്ഛകടിക എഴുതിയിരിക്കുന്നത് ശൂദ്രകനാണ്. മൃച്ഛകടിക എഴുതിയിരിക്കുന്നത് ശൂദ്രകനാണ്, അതും ഡ്രാമയിൽ തന്നെയാണ് വരുന്നത്. അടുത്ത സ്വപ്നവാസവദത്ത. സ്വപ്നവാസവദത്ത എഴുതിയിരിക്കുന്നത് ഭാസയാണ്.
വാസവദത്ത എഴുതിയിരിക്കുന്നത് ഭാസയാണ്, അതും ഡ്രാമയിൽ തന്നെയാണ് വരുന്നത്. അടുത്തത് തൃകാണ്ടി. തൃകാണ്ടി ഭർതൃഹരി. തൃകാണ്ടി ഭർത്താവായ ഹരിയെ ഗ്രാമർ പഠിപ്പിച്ചു, വ്യാകരണം പഠിപ്പിച്ചു, അങ്ങനെ എന്തെങ്കിലും പറയാം. അടുത്തതാണ് അമരകോശം. അമരകോശം എഴുതിക്കുന്നത് എളുപ്പമുണ്ട്, രണ്ടിലും അമരയുണ്ട് അല്ലേ, രണ്ടിലും അമരയുണ്ട്. അതും ഏതിലാണ് വരുന്നത്? അമരകോശം, അമരസിംഹ ലെക്സിക്കൻ ഇല്ലേ. എളുപ്പമല്ലേ? എളുപ്പമായിട്ട് നമ്മൾ പഠിക്കാൻ പറ്റുന്നില്ലേ? അടുത്ത നമ്മൾ പഠിക്കുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ? എക്സാമിന് 5 അല്ലെങ്കിൽ 6 മാർക്കിന് ഷുവറായിട്ടും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്, തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ എന്തെല്ലാം. ഇത് ഏത് ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്? ഹിസ്റ്ററിയിലെ 7th ചാപ്റ്ററായ എക്സ്റ്റൻഷൻ ഓഫ് ഡെമോക്രസി ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇല്ലേ, ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അതായത് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രധാനമായിട്ടും 7 ചുമതലകളാണ് വരുന്നത്. അവ ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ട് വേണം നമ്മൾ എക്സാമിലോട്ട് പോവാൻ. ആദ്യത്തേത് നമുക്ക് നോക്കാം, പ്രിപ്പറേഷൻ ഓഫ് ഇലക്ടറൽ റോൾ ആൻഡ് ഇഷ്യൂവൻസ് ഓഫ് ഐഡന്റിറ്റി കാർഡ് എന്ന് പറഞ്ഞാൽ വോട്ടർ പട്ടിക അല്ലെ, തിരഞ്ഞെടുപ്പിന് ആവശ്യമായിട്ടുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുക, വോട്ട് ചെയ്യുന്ന സമ്മതിദായകർക്ക് ആവശ്യമായിട്ടുള്ള തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കുക എന്ന ജോലിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആദ്യത്തെ ധർമ്മം എന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് സൂപ്പർവൈസ്, അഡ്മിനിസ്റ്റർ ആൻഡ് കൺട്രോൾ ദി ഇലക്ഷൻസ് ടു ദി ഓഫീസേഴ്സ് ഓഫ് ദ പ്രസിഡന്റ് ആൻഡ് ദ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, മെമ്പേഴ്സ് ഓഫ് ദി ലോക്സഭ ആൻഡ് ദ രാജ്യസഭ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്. പ്രസിഡന്റ്, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ അംഗങ്ങൾ, സംസ്ഥാന നിയമസഭാ അംഗങ്ങൾ എന്നിവരുടെ തിരഞ്ഞെടുപ്പിന് ആവശ്യമായിട്ടുള്ള മേൽനോട്ടം, നടത്തിപ്പ്, നിയന്ത്രണം എന്നിവയെല്ലാം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളിൽ വരുന്നതാണ്. മൂന്നാമത്തതാണ് പ്രൊമൾഗേഷൻ ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് ദ കോഡ്സ് ഓഫ് കണ്ടക്ട് എന്ന് പറഞ്ഞാൽ പെരുമാറ്റ ചട്ടങ്ങളുടെ ലംഘനം നടപ്പിലാക്കുകയും അത് നിയന്ത്രിച്ചു കൊണ്ടുവരികയും ചെയ്യുക എന്നതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മൂന്നാമത്തെ ധർമ്മമായിട്ട് പറയുന്നത്. അടുത്ത നാലാമത്തതാണ് റിക്കഗ്നേഷൻ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് അലോട്ട്മെന്റ് ഓഫ് സിംബൽസ് ടു ദം. രാഷ്ട്രീയ പാർട്ടികളെ അംഗീകരിക്കലും അവയ്ക്ക് വേണ്ടിയിട്ടുള്ള ചിഹ്നങ്ങൾ അനുവദിക്കുക എന്നതാണ് അടുത്തത് ഫംഗ്ഷനിൽ പഠിക്കേണ്ടത്. അഞ്ചാമത്തതാണ് ഇഷ്യൂസ് എലക്ഷൻ നോട്ടിഫിക്കേഷൻ, റിസീവ്, സ്ക്രൂട്ടനീസ് ആൻഡ് അക്സെപ്റ്റ് നോമിനേഷൻസ് ആൻഡ് പബ്ലിഷ് ദ ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ്. അതായത് തിരഞ്ഞെടുപ്പിന് ആവശ്യമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുക, നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുക, അത് സൂക്ഷ്മ പരിശോധന നടത്തുക, അത് നാമനിർദ്ദേശ പത്രിക അംഗീകരിക്കുക, ഇതെല്ലാം സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കുക, ഇതെല്ലാം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളിൽ വരുന്നതാണ്. അടുത്ത ആറാമത്തെ ഫംഗ്ഷനായിട്ട് വരുന്നതാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഷെഡ്യൂൾ ദ ഡേറ്റ്സ് ഫോർ പോൾ ആൻഡ് ഇറ്റ്സ് കൗണ്ടിങ്, ഡിക്ലെയർ റിസൾട്ട്സ് ആൻഡ് റിസോൾവ് ഡിസ്പ്യൂട്ട്സ്. വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ എന്നീ തീയതികൾ നിശ്ചയിക്കുകയും ഫലപ്രഖ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന തർക്കങ്ങൾ പരിഹരിക്കുക എന്ന ജോലിയുണ്ട് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്. അടുത്തത് വരുന്നതാണ് ഓഡിറ്റ് ഇലക്ഷൻ എക്സ്പെൻസസ് ആൻഡ് ടേക്ക് അപ്രോപ്രിയേറ്റ് ഫോളോ അപ്പ് ആക്ഷൻസ്. തെരഞ്ഞെടുപ്പ് ചെലവുകൾ പരിശോധിക്കുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക. അപ്പോൾ ഇത് ഇത്ര 7 ഫങ്ഷൻസ് ആണ് പ്രധാനമായിട്ടും ഇലക്ഷൻ കമ്മീഷൻ്റെതായിട്ട് വരുന്നത്. എക്സാമിന് ഷുവറായിട്ടും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാവരും എക്സാമിന് നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോയി എഴുതുക. ഇനിയും അടുത്ത ഒരുപാട് ക്ലാസ്സുകളായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നതാണ്. ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ.